നമസ്കാരം. പുകഞ്ഞ കൊള്ളി ശരിക്കും പുറത്തായോ? അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവർ തമ്മിലുള്ള ആ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളൽ വീണിട്ടുണ്ടോ? ഇസ്രായേൽ അമേരിക്ക ബന്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ബന്ധത്തിനിടയിൽ രൂപപ്പെട്ട വിള്ളലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. തൽക്കാലം ഇസ്രായേലിനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇനി കൂടെ കൂട്ടേണ്ട എന്ന ഒരു തീരുമാനമെടുത്ത് അമേരിക്ക മുന്നോട്ട് പോകുന്നു. പശ്ചിമേഷ്യയിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, അവിടുത്തെ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, ട്രംപിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ നടപ്പിലാക്കാൻ ഇസ്രായേലിന്റെ സഹായം ആവശ്യമില്ല. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ നിലപാട്. ഈ മാസം 6-നാണ് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബെൻഗുറിയോൺ എയർപോർട്ടിനകത്തേക്ക് ഹൂത്തികളുടെ ഒരു മിസൈൽ അറ്റാക്ക് ഉണ്ടായത്. ഇസ്രായേൽ വല്ലാതെ ഭയപ്പെട്ടു പോയ ഒരു ആക്രമണമാണ്. എന്തായാലും ഈ ഒരു ആക്രമണം നടന്ന ദിവസം തന്നെ ഹൂത്തികളും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ്. ഇറാൻ അമേരിക്ക ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടന്നിരുന്നു. ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചിരുന്നത് ഒമാന്റെ വിദേശകാര്യമന്ത്രിയായിരുന്നു. എന്നാൽ ഇവിടെ ഒമാൻ പ്രേരിപ്പിച്ചതനുസരിച്ച്, ഒമാൻ നിർബന്ധിച്ചതനുസരിച്ച് അമേരിക്ക ഹൂത്തികളുമായിട്ടുള്ള വെടിനിർത്തലിന് തയ്യാറായി എന്ന വാർത്തകളാണ് നേരത്തെ പുറത്തു വന്നത്. എന്തായാലും ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിച്ച ദിവസമാണ്. എന്തായാലും ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. അമേരിക്കക്ക് എന്താണ് പ്രശ്നം എന്ന കാര്യം ഞങ്ങൾക്ക് അറിയില്ല. അമേരിക്ക കൂടെ കൂടിയാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സഖ്യകക്ഷിയാണ് അമേരിക്ക. കൂടെ നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന ഒരു പ്രത്യാശ പ്രകടിപ്പിക്കുക മാത്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു ആഗ്രഹിച്ച രീതിയിൽ തൽക്കാലം അമേരിക്കയെ കിട്ടില്ല. അമേരിക്കക്ക് പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ ഹൂത്തികളുമായ ഒരു വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കണമെങ്കിൽ അതിൽ ഇസ്രായേലിന്റെ സമ്മതം ആവശ്യമില്ല എന്ന ഒരു നിലപാട് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനകത്ത് 7 ലക്ഷത്തോളം അമേരിക്കക്കാരുണ്ട്. അവരുടെ ജീവന് ഭീഷണി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ആ സമയത്ത് ഇടപെടണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ ഹൂത്തികളും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം അത് അവരുണ്ടാക്കിയ പ്രശ്നമാണ്, ഇസ്രായേൽ ഉണ്ടാക്കിയ പ്രശ്നമാണ്. ആ പ്രശ്നം ഇസ്രായേൽ തന്നെ തീർക്കട്ടെ എന്ന ഒരു നിലപാട് അമേരിക്ക അത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലൊരു നിലപാട് അമേരിക്ക വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. പുകഞ്ഞ കൊള്ളി പുറത്താക്കിയോ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇസ്രായേൽ അമേരിക്ക ബന്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ബന്ധത്തിനിടയിൽ രൂപപ്പെട്ട വിള്ളൽ അതെങ്ങനെ സംഭവിച്ചു? ഈ ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറയാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഞാനിവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പരിശോധനകൾ നടത്തിയപ്പോൾ, മുമ്പ് നടന്ന ചില പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമേരിക്കയെ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്, ഇസ്രായേലുമായിട്ടുള്ള ബന്ധം തൽക്കാലം അത് വേണ്ടെന്ന് വെച്ച് ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത് സൗദി അറേബ്യയാണ് എന്നുള്ളതാണ്. സൗദിക്ക് ഇത് നേരത്തെ തന്നെ കഴിയുമായിരുന്നു. പലപ്പോഴും സൗദിക്കെതിരെ പല വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് അമേരിക്കയുമായിട്ടുള്ള ആ ബന്ധം, വലിയ ബന്ധം പുലർത്തുന്ന സൗദി അറേബ്യ പലപ്പോഴും ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേലിനെ മാറ്റി നിർത്തേണ്ട സമയങ്ങളിൽ മാറ്റി നിർത്താൻ അമേരിക്കയോട് പറയുന്നില്ല. എന്നാൽ സൗദി ഇല്ലാതെ അമേരിക്കക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. ഇത് സൗദിക്കും അറിയാം, അമേരിക്കക്കും അറിയാം. കൃത്യമായ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല. ഫലസ്തീനികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാറുണ്ട്. അത് നാലാളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയില്ലാത്ത ഒരു ഭരണകൂടമാണ് സൗദി ഭരണകൂടം എന്ന വിമർശനമാണ് സൗദിക്കെതിരെ ഉയർന്നു വന്നിരുന്നത്. എന്നാൽ ഈ വിമർശനങ്ങൾ കേട്ട് മടുത്ത സൗദി അവസാനം കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. അതായത് അമേരിക്കയോട് മുഖത്ത് നോക്കി പറഞ്ഞു, ഇസ്രായേലിനെ മാറ്റി നിർത്തേണ്ടി വരും. ഒന്നുകിൽ സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാകണം, ഗസയിലേക്കുള്ള അധിനിവേശം അവസാനിപ്പിക്കണം, സാധാരണക്കാരെ കൊല്ലുന്നത് അവസാനിപ്പിക്കണം, അവർക്ക് കിട്ടുന്ന മാനുഷിക സഹായം അത് അവർക്ക് തന്നെ കിട്ടാനുള്ള നടപടി ഉണ്ടാകണം, ഇസ്രായേൽ ഇനിയും കൂട്ടക്കുരുതികൾ നടത്തരുത്, വംശഹത്യ നടത്തരുത് എന്ന ഒരു ആവശ്യം സൗദി അറേബ്യ പരസ്യമായി ഉന്നയിച്ചപ്പോൾ ആ ആവശ്യത്തോട് ഇസ്രായേൽ മുഖം തിരിച്ചു. എന്തായാലും അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഇസ്രായേലുമായി പ്രത്യക്ഷത്തിൽ ബന്ധം തുടരാനാണ് അമേരിക്ക പദ്ധതിയിടുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ആലോചിക്കേണ്ടി വരും എന്നുള്ള ഒരു തീരുമാനം സൗദി അറേബ്യ എടുത്തു. എന്തായാലും സൗദിയുടെ ഈ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഇത്തരത്തിൽ സൗദി സ്വീകരിച്ച ഒരു നിലപാട് അമേരിക്കയെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇറാനുമായിട്ടുള്ള ചർച്ച അത് നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ചർച്ച നടത്താൻ അമേരിക്കയുടെ മാനം രക്ഷിക്കാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും, ഒമാന്റെ ഒരു ഇടപെടൽ സഹായകരമായിട്ടുണ്ട്.
അവസാനം ഒമാൻ മധ്യസ്ഥത വഹിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായത്. എന്തായാലും ഒമാൻ നടത്തിയ ആ ഒരു നീക്കത്തിന് നന്ദി എന്നോണം ഹൂത്തികളുമായി ബന്ധപ്പെട്ടുള്ള വെടിനിർത്തൽ അത് തൽക്കാലം അത് നിർത്താൻ അമേരിക്ക തയ്യാറായി. ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അത് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കാനും തയ്യാറായി. എന്തായാലും ഇവിടെ ഒമാന്റെ ഇടപെടൽ, അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ഇടപെടൽ, കൃത്യമായ സമയത്ത് വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ അമേരിക്കക്ക് മാറി സഞ്ചരിക്കാൻ അമേരിക്ക നിർബന്ധിതരായി, അങ്ങനെ ചിന്തിക്കാൻ അമേരിക്ക നിർബന്ധിതരായി എന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബെൻഗുറിയോൺ എയർപോർട്ടിലേക്ക് ഹൂത്തികൾ ആക്രമണം നടത്തിയപ്പോൾ 7 ഇരട്ടി ശക്തിയോടുകൂടി യമനിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തും, ഹൂത്തികളെ ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയിരുന്നു. അമേരിക്ക മാറി സഞ്ചരിച്ച സാഹചര്യത്തിൽ ഇസ്രായേലിന് ഹൂത്തികളെ തൊടാൻ പോലും ധൈര്യമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഹൂത്തികൾക്കെതിരെ യമനിലെ സന ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് സനയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിന് ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹൂത്തി കേന്ദ്രങ്ങൾക്കും ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. ഹൂത്തികൾ ഇപ്പോഴും ശക്തരാണ്. അതേസമയം ഹൂത്തികൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇസ്രായേലിനകത്ത് ബങ്കറിൽ പോയ ആളുകളൊക്കെ ബങ്കറിൽ തന്നെ തുടരുക, ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാതെ, ഗസയുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാതെ ഇസ്രായേലിനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്ന ഒരു നിലപാട് ഹൂത്തികൾ ഇപ്പോഴും പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു. അതേസമയം ഇസ്രായേൽ ഇവിടെ 7 ഇരട്ടി ശക്തിയോടുകൂടി ഹൂത്തികളെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് അത്തരത്തിലൊരു നീക്കം നടത്താൻ കഴിയാതെ അവരവശരായിരിക്കുന്നു. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. അമേരിക്ക കൊടുത്ത പണി അത് വളരെ ശക്തമായ ഒരു പണിയാണ്. ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ തളർന്നു പോയിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അമേരിക്ക നടത്തിയ ഒരു നീക്കം ഇസ്രായേലിനെ തകർത്തു എന്ന രീതിയിലുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്ക ബന്ധവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ അത്തരത്തിലുള്ള സംഘർഷങ്ങൾക്കൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ട്. ഇത് അമേരിക്ക എടുത്ത നിലപാടിന്റെ ഭാഗമായിട്ടാണ്. ഈ കാര്യത്തിൽ സൗദിക്ക് കൃത്യമായ റോളുണ്ട്. അതായത് ഈ അടുത്ത് പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലിലേക്ക് സന്ദർശനമില്ല. അതേസമയം സൗദി അറേബ്യ സന്ദർശിക്കാൻ ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വാർത്തകൾ കൂടെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. സൗദിയുമായി ആണവ സഹകരണം, ഒരു ഉപാധികളും ഇല്ലാതെ ആണവ സഹകരണത്തിൽ ഏർപ്പെടാൻ അമേരിക്ക തീരുമാനിച്ചു എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു പണി കിട്ടിക്കാണില്ല എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.